ഹായ് നമസ്കാരം. ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ 1 കിലോ ചെറുനാരങ്ങ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കുണ്ടല്ലോ, ഇത് കയ്പില്ലാതെ ഉള്ള ഒരു അച്ചാറാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഉണങ്ങിയ ഒരു തുണി കൊണ്ട് നല്ലതുപോലെ ഇതിൻ്റെ വെള്ളം തോർത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ നാരങ്ങ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നാരങ്ങയൊക്കെ കഴുകിയതിന് ശേഷം വെള്ളമൊന്നും പാടില്ല. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് ഉണങ്ങിയ തുണി കൊണ്ടൊന്ന് തോർത്തിയെടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 100 ഗ്രാം പച്ചമുളക്, 50 ഗ്രാം ഇഞ്ചി, 100 ഗ്രാം വെളുത്തുള്ളി, ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് കഴുകിയും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ചെറുനാരങ്ങയുണ്ടല്ലോ 8 പീസാക്കിയായിട്ടാണ് ഞാനിവിടെ മുറിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിലേക്കൊരു 100 ഗ്രാം ഈന്തപ്പഴം കുരു കളഞ്ഞ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈന്തപ്പഴവും നാരങ്ങയും കൂടിയാണ് ഞാനിവിടെ അച്ചാറുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് അരിയുമ്പോഴേക്ക് ഇതിൽ വെള്ളമൊന്നും പാടില്ല കേട്ടോ. എന്നിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഒരു 100 ഗ്രാം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ ഉലുവയും പിന്നെ 1.5 ടീസ്പൂൺ കടുകും നല്ലതുപോലെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം ഇട്ട് നല്ലതുപോലെ ഒന്ന് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴന്ന് വരുമ്പോഴേക്ക് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടിയൊന്നും ഇടുന്നില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1.5 ടീസ്പൂൺ കായപ്പൊടി, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ ഇട്ട് നമുക്ക് കൊടുക്കാം. കായപ്പൊടി കുറച്ചുകൂടെ വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ ചേർക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് അതിനകത്തേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈന്തപ്പഴവും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ രണ്ടും കൂടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം കേട്ടോ നമുക്ക്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വിനാഗിരി ഒരു കപ്പോളമാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ചായ കുടിക്കുന്ന കപ്പില്ലേ, അതിൽ 1/2 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വാടി നല്ല വഴന്ന് അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈന്തപ്പഴവും കൂടെ ഇട്ട് അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ കയ്പുണ്ടാവത്തില്ല കേട്ടോ. അങ്ങനെ എണ്ണയിലിട്ട് വഴറ്റിയതിന് ശേഷമാണല്ലോ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊണ്ടെല്ലാം, ഈ ചെറുനാരങ്ങയുടെ തൊണ്ടെല്ലാം നല്ലതുപോലെ ഒന്ന് വാടിയിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളി നാരങ്ങ ഈന്തപ്പഴം അച്ചാർ തയ്യാറായി കഴിഞ്ഞു. എന്നിട്ട് ആറിയതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസിൻ്റെ ഒരു കുപ്പിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നല്ല ഉണങ്ങിയ കുപ്പിയാണ്. അതിനകത്തേക്ക് നമുക്ക് ഈ അച്ചാർ ഇട്ട് കൊടുക്കാം. കണ്ടോ, അപ്പോൾ ഓണക്കാലമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയുള്ള അച്ചാറൊക്കെ ഇട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.